ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി കുറേ ദിവസമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഹോസ്റ്റലേഴ്സ്, അതേപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവർ, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ ഹെയർ കെയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. ചേച്ചി ചോദിച്ചത് എന്നോട് ഹെയർ മാസ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനേക്കാളും മുന്നേ ആയിട്ട് അങ്ങനത്തെ ഞാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ ഹെയർ കെയറിൻ്റെ സീരീസിൽ ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളത് നോക്കി നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിളായിട്ടുള്ളതും കുറച്ച് ഹെവി ആയിട്ടുള്ളതൊക്കെ ഞാൻ പറയും. അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പറയുന്നത് ഹെയർ വാഷിനെ കുറിച്ചാണ് കേട്ടോ. അതേപോലെ ഹോസ്റ്റലേഴ്സിന് ചിലപ്പോൾ നല്ല വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. കേരളത്തിനകത്ത് തന്നെ ആണെങ്കിൽ ഹെയർ വാഷിന് നല്ല വെള്ളം, കിണറ്റിലെ വെള്ളം തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല, ഈ ക്ലോറിൻ വാട്ടർ ആണ് എങ്കിൽ ഹെയർ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം. മിനിമൽ വാഷ് കൊടുക്കുക. അതായത് എത്ര ദിവസം നമുക്ക് തല നനയ്ക്കാണ്ടിരിക്കാൻ പറ്റുമോ അത്രയും ദിവസം തല നനയ്ക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ചയിൽ വൺസ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതല്ല അത്രയും ദിവസം തല നനയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിനനുസരിച്ച് ഹെയർ വാഷിൻ്റെ ഡ്യൂറേഷൻ നീട്ടി വയ്ക്കാം. അതാണ് ഫസ്റ്റത്തെ കാര്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഭക്ഷണത്തിൽ ഭയങ്കര ഇതായിരിക്കും. ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും വേണ്ട രീതിയിൽ കഴിക്കാണ്ടിരിക്കുക. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോൾ ഹെയർ ഫോൾ വരും. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുക. ഇനിയിപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സ് നമുക്ക് അല്ലാണ്ട് കഴിക്കാമല്ലോ. വെജിറ്റബിൾസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് കുക്ക് ചെയ്യാണ്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ അങ്ങനെ കഴിക്കുക. അപ്പോൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുമ്പോൾ ഹെയറിൻ്റെ കാര്യത്തിലും സ്കിന്നിൻ്റെ കാര്യത്തിലൊക്കെ മാറ്റം വരും. പിന്നെ നന്നായിട്ട് ഏത് ചൂടിലായിക്കോട്ടെ, ജോലി സ്ഥലമായിക്കോട്ടെ, പണിത്തിരക്കായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ക്ലാസ്, സെമിനാർ, പഠിത്തം അങ്ങനെ പോവാണ്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണകാര്യവും ഉറക്കം, അതേപോലെ വെള്ളം, ഇത് മൂന്നും നന്നായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ അടുത്തത് പറയാനുള്ള, അബ്രോഡൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ റൂമിൽ എ സിയിലായിരിക്കും. പക്ഷെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നന്നായിട്ട് തല വേർക്കും. ആ വേർത്ത തലയോടെ നമ്മൾ എ സിയിൽ കയറുമ്പോൾ അങ്ങനെ വേർപ്പ് തലയിൽ ഇരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് കാരണം മുടി കൊഴിച്ചിലുണ്ടാവും, താരൻ വരും, ഡാൻഡ്രഫ് നന്നായിട്ട് വരും. എപ്പോഴും തല വേർത്തിരിക്കുന്ന ആൾക്കാരുടെ തലയിലൊക്കെ ഡാൻഡ്രഫ് പെട്ടെന്ന് വരും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, വേർത്ത് വരുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാക്സിമം എത്ര കഴിഞ്ഞ് തല നനയ്ക്കാൻ പറ്റുമോ അത്രയും കഴിഞ്ഞ് തല നനയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വേർപ്പ് തലയിലുള്ള ഒരാൾ തല വാഷ് ചെയ്യാണ്ടിരുന്നാൽ അത് പ്രശ്നമാണ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ, ഈ അതിന് കുറച്ചുകൂടി ക്ലോറിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. ഗൾഫിലൊക്കെ ആണെങ്കിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. മാക്സിമം അങ്ങനത്തെ വെള്ളം കൊണ്ടുവന്ന് കഴുകാൻ പറ്റുമെങ്കിൽ, ബോട്ടിൽ കൊണ്ടുവന്ന് കഴുകാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല മിനറൽ വാട്ടർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അതും ചെയ്യാം കേട്ടോ. നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണറൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കുക. സൾഫേറ്റ് ഉണ്ടോ, പാരബൻ ഫ്രീ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. ഇത് രണ്ടും ഭയങ്കര കെമിക്കൽസ് ആണ്. ഇതെങ്കിലും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, ഇത് രണ്ടും ഇല്ലാത്ത ഏതെങ്കിലും ഷാമ്പു കണ്ടീഷണർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു സ്പാ ക്രീം വാങ്ങി വെക്കുക. അതായത് നമുക്ക് മന്ത്ലി വൺസ് ഒരു സ്പാ കൊടുക്കുക ഹെയറിൽ. പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നോർമലി നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, ബ്യൂട്ടി പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്പാ ക്രീം വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പാർലറിലൊക്കെ പോയാൽ നമ്മൾ സ്പാ ക്രീം വാങ്ങിക്കുന്നതിൻ്റെ ഇരട്ടി കാശ് കൊടുക്കേണ്ടി വരും സ്പാ ചെയ്യണമെങ്കിൽ. അതിൻ്റെ ആവശ്യമില്ല. ഒരു സ്പാ ക്രീം വാങ്ങിയാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹെയർ ഫോൾ ഉണ്ട് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആംപ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടെ കിട്ടും. എന്തിനാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആംപ്യൂൾ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ ആംപ്യൂൾ ഇല്ലാതെ സ്പാ ക്രീം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതും മതി.
നമുക്ക് ഷോപ്പിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവരിത് പറഞ്ഞു തരും, ഇത് എന്തിനൊക്കെയാണ്, ഏത് റേഷ്യോയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ സ്പാ ക്രീം പ്ലസ് ആംപ്യൂൾ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാം. ഇനിയിപ്പം ഒരു എന്താ പറയുക, ഒരു 500 രൂപയുടെ സ്പാ ക്രീമാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ പറ്റും? ഒരു 10 തവണ കുറഞ്ഞത് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1000-1500 രൂപ കുറഞ്ഞത് ഒറ്റ സ്പായ്ക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് വാങ്ങി ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്തത് ചെയ്യാൻ പറ്റുന്നത്, തല കുളിച്ച് കഴിഞ്ഞതിന് ശേഷം തല തോർത്തുന്നത് റഫായിട്ട് ഇങ്ങനെ പിടിച്ച് ഉരയ്ക്കാണ്ടിരിക്കുക. ആൺകുട്ടികളാണ്, പ്രത്യേകിച്ച് ബോയ്സാണ് അങ്ങനെ ചെയ്യാറ്. അവരത് ചെയ്യാണ്ടിരിക്കുക. ഹെയറിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള ഒന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ അടുത്തത് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ PRP, GFC പോലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. ടെക്നോളജി ഒരുപാട് വളർന്നു. അപ്പോൾ നമുക്കത് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, കുറേ വീഡിയോസ് ഉണ്ടാവും ഇതിൽ എന്താ പറയുക, കൂടുതൽ അറിവുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് ഉണ്ടാവും. PRPനെ കുറിച്ചും GFCനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ പോയിട്ട് അത് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിന് പ്ലേറ്റ്ലെറ്റ്സ് എടുത്തിട്ട് പ്രോട്ടീൻ ഡയറക്റ്റ് നമ്മളുടെ തലയിലേക്ക് കൊടുക്കുന്നതിനെയാണ് PRP എന്നൊക്കെ പറയുന്നത്. PRPയുടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് GFC. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. 6 മാസത്തിലൊരിക്കൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ്. ഹെയറിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഒരുപാട് ഹെയർ കൂടി വന്നില്ലെങ്കിലും ഉള്ളതിനെ നിലനിർത്താൻ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനും മുടിയുള്ള മുടീനെ സ്ട്രെങ്ത് കൂട്ടി അത് വളർത്തിക്കൊണ്ടുവരാനൊക്കെ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അബ്രോഡൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടുതലായിരിക്കും. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാം. അതല്ലെങ്കിൽ നാട്ടിൽ വർഷത്തിലൊരിക്കലൊക്കെ വരുന്നവർക്ക് നാട്ടിൽ നിന്ന് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ മാസ്കായിട്ട്, ഹെയർ പാക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, മാസത്തിൽ ഒരിക്കൽ ഹെന്ന പൗഡർ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് ഹെന്ന പൗഡർ കിറ്റ്, ഹെന്ന കിറ്റ് വാങ്ങിയിട്ട് ചെയ്യാം. മൈലാഞ്ചി ഇടുക എന്നൊക്കെ പറയുമല്ലോ, ഹെന്ന ചെയ്യാം. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാം. ഏതെങ്കിലും ആയുർവേദ കടകളിൽ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടും. ഹെന്ന പൗഡർ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ മന്ത്ലി വൺസ് ഒരു ഹെന്ന ചെയ്യുന്നത് ഹെയറിന് നല്ലതാണ്. നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ആണ്, ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണത് ഹെന്ന ചെയ്യുന്നത്. അതേപോലെ ഹോട്ട് ഓയിൽ ചെയ്യാൻ പറ്റും. ഹോട്ട് ഓയിലും ഹെർബൽ ട്രീറ്റ്മെൻ്റ് ആണ്. അത് നമുക്ക് എന്താ പറയുക, ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം. ആൽമണ്ട് ഓയിൽ കുറച്ചുകൂടി തിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒലിവ് ഓയിലൊക്കെ അത് കോക്കനട്ട് ഓയിലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി തിക്കാണ്. അപ്പോൾ അത് തേച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. അപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യുന്ന അറിയാമല്ലോ എല്ലാവർക്കും. ഡബിൾ ബോയിൽ ചെയ്തിട്ട്, ഓയിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അത് തലയിൽ തേക്കുക. ഡയറക്റ്റായിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഡയറക്റ്റായിട്ടോ തേക്കുക. ഒരു 10-15 മിനിറ്റ് ഒരു ഹെഡ് മസാജ് കൊടുക്കുക. ഹോട്ട് ഓയിൽ താരൻ മാറാൻ വളരെ നല്ലതാണ്. താരൻ ഇല്ലാണ്ട് സൂക്ഷിക്കാൻ നല്ല ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഹോട്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് ഓയിൽ, ഹെയർ സ്പാ, ഹെന്ന, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇതിനൊന്നും പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. ഹെന്നയും അതുപോലെ ഹെയർ സ്പാ, ഹോട്ട് ഓയിൽ, ഇതൊക്കെ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ എന്തെങ്കിലും വീഡിയോ റിക്വസ്റ്റോ എന്തെങ്കിലും സജഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.